വിനയത്തോടെ ജീവിക്കുന്നത് അവന് മാത്രമേ റബ്ബിന് സഹായമുണ്ടാവുകയുള്ളൂ. അവനാണ് മുത്തഖി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേപോലെ നമുക്കറിയാം വിനയത്തിന്റെ ഊർജ്ജമാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പേടിക്കുന്നുണ്ടെങ്കിൽ അവന് വിനയമില്ല, അവൻ അഹങ്കാരിയാണ് എന്നാണ് അർത്ഥം. വിനയത്തിന്റെ ഊർജ്ജം നൽകുന്ന, വിവേകത്തിന്റെ ഊർജ്ജം നൽകുന്ന, സഹായത്തിന്റെ ഊർജ്ജം നൽകുന്ന ഏറ്റവും വലിയ മന്ത്രധ്വനികളാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. കാരണം നീ നിസ്സാരനാണ്, ഞാൻ നിസ്സാരനാണ്, ലോകത്തുള്ള എല്ലാവരും നിസ്സാരന്മാരാണ്. റബ്ബ മാത്രമാണ് അല്ലാഹു അക്ബർ. അവൻ മാത്രമേ വലിയവനുള്ളൂ, അവൻ മാത്രമാണ് വലിയവൻ, അവനല്ലാതെ വലിയവനില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അവനല്ലാതെ ആരാധ്യനില്ല, അവനോടല്ലാതെ പ്രാർത്ഥന പാടില്ല, അവനോടല്ലാതെ നേർച്ച പാടില്ല, അവനിൽ നിന്നല്ലാതെ ബർക്കത്തുള്ള തേട്ടമില്ല. ചാരങ്ങളുടെയോ ദർഗകളുടെയോ മഖാമുകളുടെയോ പൂജകളുടെയോ പൂജപ്പുരകളുടെയോ ആവശ്യമില്ല. കാരണം അല്ലാഹു അഹദ്, അല്ലാഹു അക്ബർ. അവൻ മാത്രമാണ് വലിയവൻ, അവൻ മാത്രമാണ് കേൾക്കുന്നവൻ, അവൻ മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ, അവൻ മാത്രമാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ലോകത്തെ സൃഷ്ടിച്ചവൻ, അവനാണ് ലോകത്തെ പടച്ചവൻ. എല്ലാം അവൻ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 11 മക്കൾ മരിക്കുകയും ആ 11 മക്കളുടെയും മയ്യത്ത് കഫൻ ചെയ്യേണ്ടി വന്ന ഒരു രക്ഷിതാവ് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മളാരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നബിമാരുടെ കഥകൾ നമുക്ക് കേൾക്കാം. ആ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹം എല്ലാവരെയും ഉപേക്ഷിക്കേണ്ടി വന്നു. മക്കളില്ല, ഭാര്യ പോയി. അവസാനം സ്വന്തം ഭാര്യ പോലും ഒഴിവാക്കുന്ന ഒരു ഘട്ടം അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായി. ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. ആ അയ്യൂബ് നബി അലൈഹിസ്സലാം പോലും പ്രാർത്ഥിച്ചത് ആരോട്?